എന്താ രാഘവന്നാരെ ഷർട്ടിടി ഷർട്ടിടി എന്താന്ന് ഇപ്പൊ പോണം എങ്ങോട്ട് രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി നോക്കുകയാണെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കുള്ള വീഡിയോസ് ആണ് 2-3 മാസമായിട്ട് ഇടുന്നത്. അവള് കളഞ്ഞിട്ട് പോയാ അവളുണ്ട് 2 പിള്ളേരും. ഫാമിലിയെ ഇഷ്ടമുള്ളവരുടെ കമന്റ്സ് മൊത്തവും എവിടെ അമ്മ എവിടെ വൈഫ് എവിടെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇപ്പൊ ഇതിന് മുന്നേ വൈഫിന്റെ ഒരു പ്രശ്നം ഞാനും അവളും പാടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. അപ്പൊ അത് ഇതുപോലെ ആൾക്കാരൊപ്പേക്കും ഞാൻ ഡ്രാമ കളിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഇപ്പോ അതായത് നിങ്ങള് കുറെ വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് പിരിഞ്ഞു ഡിവോഴ്സ് എന്നൊക്കെ ന്യൂസ് വരുമ്പോഴത്തേക്ക് വിഷമം വരൂലേ? അത് കയ്യിലിരിപ്പിന്റെയാ. അതെ കയ്യിലിരിപ്പിന്റെ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. സത്യമാണോ ഈ പറയുന്നത്? ഇപ്പോഴും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് പേര് മാറ്റി അവള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരും കുറെ ആൾക്കാർ മെസ്സേജ് അയക്കണോ കമന്റ് ഇടണോ. ആൾക്കാർ ഞാൻ പറയാം ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ്. ഇന്നലെ മല്ലു ഫാമിലി സുജിനും പൊന്നൂസും വിവാഹമോചന വാർത്ത പങ്കുവച്ചെത്തിയപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന പലർക്കും അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഫോർച്യൂണറിന് വേണ്ടിയുള്ള പുതിയ നാടകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുമുണ്ട്. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അനിയാ പോട്ടെ അമ്പിമോനെ പോട്ടറ അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?